ആഭ്യന്തര വകുപ്പിന്റെ കഴിവില്ലായ്മ തന്നെയാണ് ഗോവിന്ദച്ചാമിയുടെ ജയിൽ ചാട്ടം. നെട്ടോട്ടം ഓടി പോലീസ് പിടിച്ചുവെങ്കിലും ജയിലിനകത്ത് അതീവ സുരക്ഷയോടെ കഴിയുന്ന ഒരു കുറ്റവാളി പുറത്തു ചാടിയെന്നത് പോലീസിന്റെ കഴിവില്ലായ്മ എന്ന് തന്നെയാണ് പറയേണ്ടത്. പോലീസിന്റെ കഴിവില്ലായ്മ എന്ന് പറയുമ്പോൾ ആഭ്യന്തരം ഭരിക്കുന്ന പിണറായിയുടെ കഴിവില്ലായ്മയിലേക്കാണ് ഈ സംഭവം വിരൽ ചൂണ്ടുന്നത്. ഒറ്റ കൈവച്ച് അയാൾക്ക് ചാടാമെങ്കിൽ അത്രയുമുള്ളൂ അവിടുത്തെ സുരക്ഷ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ കഴിവില്ലായ്മ ആദ്യം പുറത്തുവിട്ടത് പാർട്ടി ചാനൽ തന്നെയാണ് എന്നതാണ് ഏറ്റവും ചിരിയുണ്ടാക്കുന്ന കാര്യം. കണ്ണൂരിലെ അതിസുരക്ഷാ ജയിലിൽ നിന്നും ഗോവിന്ദച്ചാമിയുടെ ജയിൽ ചാട്ടം ആദ്യം പുറത്തുവിട്ടത് തങ്ങളാണെന്ന് അവകാശപ്പെട്ടുകൊണ്ട് കൈരളി ന്യൂസ് ചാനലിന് സോഷ്യൽ മീഡിയയിൽ ട്രോൾ മഴ വന്നിരിക്കുകയാണ്. ആഭ്യന്തര വകുപ്പിന് കീഴിലുള്ള ജയിലിൽ നിന്നും കൊടും കുറ്റവാളി ചാടിയത് വലിയ സുരക്ഷാ വീഴ്ചയാണെന്നിരിക്കവെയാണ് ഇത് CPM ചാനൽ ആഘോഷമാക്കി മാറ്റിയത്. ഫസ്റ്റ് ഓൺ കൈരളി ന്യൂസ് എന്ന് പറഞ്ഞുകൊണ്ട് ഗോവിന്ദച്ചാമി ജയിലിൽ ചാടിയെന്ന വാർത്ത കൈരളി ന്യൂസ് റിപ്പോർട്ട് ചെയ്തു. ഇക്കാര്യം തങ്ങളുടെ വാർത്താ മികവാക്കിയപ്പോൾ സോഷ്യൽ മീഡിയയിൽ ട്രോൾ മഴയാണ് വന്നത്. കോൺഗ്രസ് നേതാക്കളും പ്രവർത്തകരും അടക്കം ചാനലിനെ ട്രോളി രംഗത്തേക്ക് വന്നു. കോൺഗ്രസ് നേതാവായ വീണ എസ് നായരും സോഷ്യൽ മീഡിയയിൽ ട്രോളിക്കൊണ്ട് രംഗത്തേക്ക് എത്തി. ഗോവിന്ദച്ചാമി ജയിലിൽ ചാടി വാർത്ത ആദ്യം പുറത്തുവിട്ടത് കൈരളി ന്യൂസ്. സ്വാഭാവികം, ആഭ്യന്തര വകുപ്പിന്റെ മറ്റൊരു വിജയ വാർത്ത പുറത്തുവിടുന്നു പാർട്ടി ചാനൽ എന്നായിരുന്നു ഫേസ്ബുക്കിൽ വീണ കുറിച്ചത്. കൈരളിയുടെ ഫസ്റ്റ് ഓൺ പോസ്റ്റർ പുറത്തുവിട്ടത് ഇങ്ങനെയാണ്: ഇപ്രാവശ്യത്തെ ബ്രേക്കിംഗ് ഏഷ്യാനെറ്റ്, 24 ന്യൂസ്, റിപ്പോർട്ടർ, മനോരമ, മീഡിയ വൺ, മാതൃഭൂമി ചാനലുകളെ കടത്തിവെട്ടി കൈരളി തൂക്കി. ഇത് കാണുമ്പോൾ ഓർമ്മ വരുന്നത് സ്വന്തം വീട്ടിൽ മുത്തശ്ശി കിണറ്റിൽ വീണപ്പോൾ കൊച്ചുമോൻ മൊബൈൽ എടുത്തുകൊണ്ട് ലൈവ് പോയതാണ്. കൈരളി ന്യൂസിന്റെ അവകാശവാദത്തെ ട്രോളിക്കൊണ്ട് നിരവധി പേരാണ് രംഗത്തേക്ക് വന്നത്. അതേസമയം സംഭവത്തിൽ ജയിൽ വകുപ്പിനും അധികൃതർക്കുമെതിരെ കടുത്ത വിമർശനം ഉയരുകയാണ്. ജയിൽ ചാട്ടത്തിൽ ദുരൂഹത ആരോപിച്ച BJP നേതാവ് K സുരേന്ദ്രനും രംഗത്തേക്കെത്തി. ഗോവിന്ദച്ചാമി ജയിൽ ചാടിയതോ ചാടിച്ചതോ എന്ന ചോദ്യം ഉയരുകയാണ്. ഇതോടെ ഇതിന് മറുപടിയുമായിട്ട് CPM നേതാവും ജയിൽ ഉപദേശക സമിതി അംഗവുമായ P ജയരാജനും എത്തിയിട്ടുണ്ട്. സെൻട്രൽ ജയിൽ ഉപദേശക സമിതി അനൌദ്യോഗിക അംഗങ്ങളെ സൂചിപ്പിച്ചുകൊണ്ട് സുരേന്ദ്രൻ നടത്തിയ പ്രസ്താവന BJP സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും പുറത്താക്കപ്പെട്ടതിന് ശേഷമുള്ള അദ്ദേഹത്തിന്റെ മനോനിലയെ വ്യക്തമാക്കുന്നത് എന്നാണ് ജയരാജൻ പ്രതികരിച്ചത്. കോഴിക്കോട് ജില്ലയിലെ ഉള്ളേരിയയിലും കുതിരവട്ടവും തമ്മിലുള്ള ദൂരം വളരെ ചെറുതാണെന്നും അദ്ദേഹത്തിന്റെ മനോനില പരിശോധിക്കാൻ BJP പ്രവർത്തകരോട് അഭ്യർത്ഥിക്കുന്നു എന്നും ജയരാജൻ പരിഹസിച്ചു. അതേസമയം ജയിലിൽ ചാടിയ കൊടും കുറ്റവാളി ഗോവിന്ദച്ചാമി പോലീസിനെ പിടിയിലായി കഴിഞ്ഞു. കണ്ണൂർ നഗരത്തിലെ തളാപ്പിലെ സ്വകാര്യ വ്യക്തിയുടെ വീട്ടിൽ കിണറ്റിൽ നിന്നുമാണ് പിടികൂടിയത്. പ്രതിയെ പിടികൂടുന്ന ദൃശ്യങ്ങൾ അടക്കം പുറത്തു വന്നിരുന്നു. റോഡിൽ വെച്ച് ആളുകൾ തിരിച്ചറിഞ്ഞപ്പോൾ ഇയാൾ വീട്ടുവളപ്പിലേക്ക് ഓടിക്കയറുകയായിരുന്നു. വിവരം ലഭിച്ച പോലീസ് വീട് വളഞ്ഞാണ് ഗോവിന്ദച്ചാമിയെ പിടികൂടിയത്. കണ്ണൂർ സെൻട്രൽ ജയിലിൽ രക്ഷപ്പെടാൻ സൗമ്യ വധക്കേസ് പ്രതി ഗോവിന്ദച്ചാമിക്ക് ബാഹ്യസഹായം ലഭിച്ചു എന്നും കണ്ണൂർ ടൗൺ പോലീസ് അന്വേഷണ റിപ്പോർട്ട് വന്നിട്ടുമുണ്ട്. പള്ളിക്കുന്നിലെ കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നും ഇന്ന് പുലർച്ചെ 1:15 ചാടിയതെന്നാണ് റിപ്പോർട്ട്. അതീവ സുരക്ഷാ ജയിലിന്റെ സെല്ലിന്റെ കമ്പികൾ മുറിച്ചു മാറ്റിയാണ് ഗോവിന്ദച്ചാമി പുറത്തേക്ക് കടന്നത്. ശേഷം ക്വാറന്റൈൻ ബ്ലോക്ക് വഴി കറങ്ങി കൈവശമുണ്ടായിരുന്ന വസ്ത്രങ്ങളുമായി മതിലിന്റെ വശത്തേക്ക് പോകുന്ന CCTV ദൃശ്യങ്ങളും ലഭിച്ചിട്ടുണ്ടായിരുന്നു. മതിലിന്റെ മുകളിൽ ഇരുമ്പ് കമ്പി വെച്ചുള്ള ഫെൻസിംഗ് ഉണ്ട്. ഈ വസ്ത്രങ്ങൾ കൂട്ടിക്കെട്ടി പുറത്തേക്ക് കടക്കുകയായിരുന്നു. ഒരേ തോണി ഉപയോഗിച്ചാണ് മതിലിലേക്ക് വലിഞ്ഞു കയറിയതും പുറത്തേക്ക് ഇറങ്ങിയതും. ഗോവിന്ദച്ചാമിക്ക് പുറത്തുനിന്നും സഹായം ലഭിച്ചു എന്നാണ് പോലീസിന്റെ നിഗമനം. പുലർച്ചെ പരിശോധനയ്ക്കായി ഉദ്യോഗസ്ഥർ എത്തിയപ്പോഴാണ് ഗോവിന്ദച്ചാമിയെ കാണാതായെന്ന് മനസ്സിലാകുന്നത്. ഗോവിന്ദച്ചാമിക്കായി പോലീസ് വ്യാപക തിരച്ചിൽ നടത്തി അവസാനം കണ്ടെത്തി. അതീവ സുരക്ഷയുള്ള 10ാം ബ്ലോക്കിൽ നിന്നുമാണ് ഗോവിന്ദച്ചാമി ജയിൽ ചാടിപ്പോയത്. അതുകൊണ്ട് തന്നെ ജയിൽ മേധാവിയോട് റിപ്പോർട്ട് തേടിയിട്ടുണ്ട്.